الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد ألا إن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أحسن دينا ممن أسلم وجهه لله وهو محسن واتبع ملة إبراهيم حنيفا واتخذ الله إبراهيم خليلا ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കുവാൻ ആദ്യമായി എന്നോടും അനന്തരം നിങ്ങളോടും ഉപദേശിക്കുകയാണ്. എല്ലാവരോടുമായി തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, ഹജ്ജ് കാലത്തേക്കാണ് നാം നീങ്ങുന്നത്. ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരു ഖുത്ബ 2 ആഴ്ചകൾക്ക് മുമ്പ് നാം നിർവഹിച്ചതായിരുന്നു. ഹജ്ജുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൽ ഏറ്റവും അധികം പരാമർശിക്കുന്ന മില്ലത്തു ഇബ്രാഹീമിന്റെ ദൗത്യം സമകാലിക സാഹചര്യത്തിൽ നിന്നുകൊണ്ട് വിശദീകരിക്കാനാണ് ഇന്നത്തെ ഖുത്ബ പ്രയോജനപ്പെടുത്തുന്നത്. അള്ളാഹു പറയാനും കേൾക്കാനും ഉൾക്കൊള്ളാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, സൂറത്തുൻ നിസാ 125-ാം വചനമാണ് തുടക്കത്തിൽ നാം പാരായണം ചെയ്തത്. ശരിയായ രീതിയിൽ മില്ലത്തു ഇബ്രാഹീമിനെ പിന്തുടരാനാണ് അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നത്. വമൻ അഹ്സനു ദീനൻ മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിൻ വത്തബഅ മില്ലത ഇബ്രാഹീമ ഹനീഫാ വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീലാ. അല്ലാഹു പറയാൻ, വമൻ അഹ്സനു ദീനൻ മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി തന്റെ മുഖത്തെ തന്റെ ജീവിതത്തെ സമർപ്പിച്ചവനേക്കാൾ ഏറ്റവും നന്നായി ദീനിനെ ഉൾക്കൊണ്ടവൻ ആരാണുള്ളത്? വഹുവ മുഹ്സിൻ, അയാൾ നന്മയുടെ നിലപാട് സ്വീകരിക്കുകയും നന്മ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിന് വേണ്ടി തന്റെ ജീവിതത്തെ സമർപ്പിക്കുകയും ചെയ്യുന്നു. അയാളെക്കാൾ ഏറ്റവും നല്ല രീതിയിൽ ദീനിനെ ഉൾക്കൊണ്ടവൻ ആരാണ്? തീർന്നില്ല. വത്തബഅ മില്ലത ഇബ്രാഹീമ ഹനീഫാ, നേർമാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ വഴിയെ പിൻപറ്റിയവൻ ഉണ്ടല്ലോ, അവനേക്കാൾ കൂടുതൽ ഏറ്റവും നല്ല ദീനിന്റെ വക്താവാരാണുള്ളത്? ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ഋജുവായ നേരായ മാർഗത്തെ പിന്തുടരുകയും ചെയ്തവനേക്കാൾ, ഇബ്രാഹിമി മില്ലത്തിനെ അനുധാവനം ചെയ്യുകയും ചെയ്തവനേക്കാൾ ഏറ്റവും നല്ലവൻ ആരാണുള്ളത് എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീലാ, ഇബ്രാഹിം അലൈഹിസ്സലാമയെ അല്ലാഹു തആല ആത്മമിത്രമായി സ്വീകരിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആന്റെ ആഹ്വാനമാണ്. ഹജ്ജ് കാലമായതുകൊണ്ട് മാത്രമല്ല നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ പ്രബോധിത സമൂഹത്തിന്റെ ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യൻ സാഹചര്യമടക്കം നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലം നമ്മുടെ മുമ്പിലുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വീകരിച്ച പ്രബോധന ശൈലികൾ തീർച്ചയായിട്ടും
ഈ കാലഘട്ടത്തിലും ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്നതാണ് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, വംശീയതയും ജാതീയമായ വിവേചനങ്ങളും ഉച്ചനീചത്വങ്ങളുമെല്ലാം ഏറ്റവും അധികം ശക്തിപ്പെട്ട കാലഘട്ടത്തിലാണ് തൗഹീദിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് മാനവിക മൂല്യങ്ങളിലേക്കുള്ള ഇസ്ലാമിക പ്രബോധനം അബ്രഹാം പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിർവഹിച്ചത്. എന്നാൽ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ വർഗീയമായി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന നവഫാസിസ്റ്റുകൾ ഭരണത്തിലേക്കോ തുടർച്ചയിലേക്കോ നില മെച്ചപ്പെടുത്തിയ അവസ്ഥയിലേക്കോ എത്തിപ്പെട്ട ഒരു സാഹചര്യത്തിൽ നമ്മൾ ആ പഴയ ചരിത്രത്തെ പുതിയ സമകാലികയിൽ നിന്നുകൊണ്ട്, ആധുനികതയിൽ നിന്നുകൊണ്ട് വായിക്കേണ്ടതുണ്ട്, വായിക്കാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. ഇവിടെ തൗഹീദിൽ അധിഷ്ഠിതമായ പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ അതോടൊപ്പം തന്നെ സ്നേഹപൂർവമായ ഇടപഴകലുകളിലൂടെ മനുഷ്യർക്കിടയിൽ ഐക്യവും സാഹോദര്യവും സമഭാവനയും ഉണ്ടാക്കുക എന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ചരിത്ര ദൗത്യം എന്നും നമ്മൾ ചർച്ച ചെയ്യണം. ആ ചർച്ച തീർച്ചയായിട്ടും നമുക്ക് ചില മൂർത്തമായ കൃത്യമായ നിലപാടുകൾ, ശരിയായിട്ടുള്ള സ്റ്റാൻഡുകൾ സ്വീകരിക്കുവാൻ നമ്മെ പ്രാപ്തമാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഏതായിരുന്നു അബ്രഹാം പ്രവാചകന്റെ കാലഘട്ടം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ യുഗം ഏത് യുഗമായിരുന്നു എന്ന് നമ്മൾ പ്രത്യേകം പഠിക്കേണ്ടതുണ്ട്. ബഹുദൈവത്വ അന്ധവിശ്വാസങ്ങളും പൗരോഹിത്യ മുതലാളിത്ത ചൂഷണങ്ങളും അവയുടെ ആശീർവാദത്തിൽ നിലനിൽക്കുന്ന നമ്രൂദിന്റെ ഏകാധിപത്യ ഭരണകൂടങ്ങളും മനുഷ്യരിൽ ഉച്ചനീചത്വങ്ങളും അസമത്വങ്ങളും വർഗീയ വിഭാഗീയ ചിന്തകളും വളർത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു അബ്രഹാം പ്രവാചകൻ അലൈഹിസ്സലാമയുടെ ഇബ്രാഹിം നബിയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് ചരിത്രകാരനായ സർ ലിയോണോട് വള്ളി വിശദീകരിക്കുന്ന ഇപ്രകാരമാണ്: ബഹുദൈവത്വം എന്നത് അബ്രഹാം പ്രവാചകന്റെ കാലഘട്ടത്തിൽ കേവലം മതവിശ്വാസം മാത്രമായിരുന്നില്ല, മറിച്ച് ഇറാഖിലെ ഊർപട്ടണത്തിലെ ജനങ്ങളുടെ സാമൂഹിക രാഷ്ട്രീയ ജീവിതത്തെ ദുഷിപ്പിക്കുന്നതിൽ ബഹുദൈവത്വ അന്ധവിശ്വാസങ്ങൾക്ക് നിർണായക സ്വാധീനമുണ്ടായിരുന്നു എന്നുള്ളതാണ്. സവർണ അവർണ സങ്കല്പങ്ങളെയും അതുപോലെ തന്നെ ജാതി ചിന്തകളെയുമാണ് അക്കാലഘട്ടത്തിലെ ബഹുദൈവത്വ അന്ധവിശ്വാസം ഉൽപ്പാദിപ്പിച്ചത് എന്ന് കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ നാട്ടിലെ ചാതുർവർണ്ണ്യത്തെ പോലെ സമൂഹത്തെ പല തട്ടുകളായി അന്നും തരംതിരിച്ചു അബ്രഹാം പ്രവാചകന്റെ കാലഘട്ടത്തിലെ ഇറാഖിലെ ഊർപട്ടണത്തിലെ നഗരവാസികൾ. ജനങ്ങളെ വിവിധ തട്ടുകളായി, പ്രധാനമായും 3 തട്ടുകളാക്കി തരംതിരിച്ചു എന്നുള്ളതാണ്. ഏറ്റവും ഉയർന്ന തട്ട് അമേലു വർഗമായിരുന്നു. അവർ ക്ഷേത്രങ്ങളുടെയും വിഗ്രഹങ്ങളുടെയും സംരക്ഷകരായതുകൊണ്ട് അവരുടെ സിവിൽ ക്രിമിനൽ അവകാശങ്ങൾ മറ്റുള്ളവരുടേതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു എന്നുള്ളതാണ്. അവരുടെ ധനത്തിനും അഭിമാനത്തിനും കൂടുതൽ പവിത്രതയുണ്ട്. മറ്റുള്ളവരുടെ ധനത്തിനോ അഭിമാനത്തിനോ അത്രയെന്നല്ല, ഒട്ടും പവിത്രതയില്ല എന്നൊരവസ്ഥയിൽ ജാതീയമായ ഉച്ചനീചത്വങ്ങളും അതുപോലെ തന്നെ വിവേചന ചിന്തകളുമെല്ലാം ശക്തിപ്പെട്ട ഒരു കാലഘട്ടത്തിലായിരുന്നു മഹാനായ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാം തൗഹീദിന്റെ പ്രബോധനവുമായിട്ട് രംഗപ്രവേശം ചെയ്യുന്നത്. ജാതീയമായ ഉച്ചനീചത്വം എന്ന് പറഞ്ഞാൽ ഇതാണ്: മനുഷ്യൻ അവന്റെ ജന്മത്തിന്റെയും തൊഴിലിന്റെയും അടിസ്ഥാനത്തിൽ ഉത്തമരായും മതമരായും ചിത്രീകരിക്കുന്ന സമീപനങ്ങൾ ആധുനിക യുഗത്തിലും നമ്മളത് കാണുന്നു എന്നുള്ളതാണ്. അങ്ങേയറ്റം പരിഷ്കൃതമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ യുഗത്തിലും ഇത്തരം വിവേചനങ്ങളെല്ലാം ഏറിയോ കുറഞ്ഞോ നിലനിൽക്കുന്നു എന്ന് വർത്തമാനകാല വാർത്തകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കറുത്ത വർഗക്കാരോട് പാശ്ചാത്യൻ സമൂഹത്തിലുള്ള വിവേചനങ്ങൾ അത്തരത്തിലുള്ളതാണ്. ദളിത്, മുസ്ലിം, ക്രൈസ്തവ വിഭാഗങ്ങളോട് ആധുനിക ഇന്ത്യൻ സാഹചര്യത്തിൽ കാണപ്പെടുന്ന വിവേചനം അത്തരത്തിലുള്ളതാണ്. സഹോദരങ്ങളെ, ഈ വിവേചനങ്ങളെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് മനുഷ്യരെ ഒന്നായി കാണാൻ പ്രേരിപ്പിക്കുന്നതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അടക്കമുള്ള മുഴുവൻ പ്രവാചകന്മാരും പ്രബോധനം ചെയ്ത തൗഹീദിന്റെ ദർശനം എന്ന് പറയുന്നത്. തൗഹീദ് അള്ളാഹുവിന് മാത്രമുള്ള കീഴ്പ്പെടലാണ്. അള്ളാഹുവിന് മാത്രമുള്ള കീഴ്പ്പെടലാണ് തൗഹീദ്. അള്ളാഹു അല്ലാതെ മറ്റാർക്കും കീഴ്പ്പെടാതിരിക്കലാണ് തൗഹീദിന്റെ മറ്റൊരു ഭാഷ്യം എന്ന് പറയുന്നത്. പണ്ഡിത ലോകം അതിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള വിശദീകരണങ്ങൾ നൽകിയിരിക്കുന്നു. തൗഹീദിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള വിശദീകരണങ്ങൾ ആധുനിക
ആധുനികരും പൗരാണികരുമായ പണ്ഡിതന്മാർ നൽകിയിരിക്കുന്നു. അതിൽപ്പെട്ട ചില വിശദീകരണങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. അവര് പറയാണ്, അത്തൗഹീദ് ഹുവ ഇഅ്ലാനുൻ അമ്മുൻ ലിതഹ്രീരിൽ ബശർ മിനൽ ദുല്ലി വൽ ഖുളൂഇ ലിഗൈരില്ലാഹ്. എന്താണ് തൗഹീദ്? ഹുവ ഇഅ്ലാനുൻ അം, അത് പൊതുവായൊരു പ്രഖ്യാപനമാണ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ പൊതുവായൊരു പ്രഖ്യാപനമാണ്. ലിതഹ്രീരിൽ ബശർ, മനുഷ്യ വിമോചനത്തിന് വേണ്ടിയുള്ള പൊതുവായ പ്രഖ്യാപനമാണ്. മിനൽ ദുല്ലി വൽ ഖുളൂഇ ലിഗൈരില്ലാഹ്, നിന്ദ്യതയിൽ നിന്നും അല്ലാഹു അല്ലാത്തവർക്കുള്ള കീഴ്പ്പെടലിൽ നിന്നും മനുഷ്യനെ വിമോചിപ്പിക്കാൻ വേണ്ടിയുള്ള പൊതുവായിട്ടുള്ള പ്രഖ്യാപനമാണ് തൗഹീദ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ് സഹോദരങ്ങളെ. തുടർന്നവര് പറഞ്ഞു, യജ്അലു തൗഹീദുൽ ഇൻസാനിയത മുസാബിയതൻ അമാമല്ലാഹ്, മനുഷ്യനെ അല്ലാഹുവിന്റെ മുമ്പിൽ തൗഹീദ് സമന്മാരാക്കുന്നു എന്നുള്ളതാണ്. ഫലാ തഫാളുല ബൈനൽ ഇൻസാനി ബിൽ ജിൻസിയ ബിൽ ലൗനിയ ബിൽ തബഖ, മനുഷ്യർക്കിടയിൽ വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ വിഭാഗത്തിന്റെയോ അടിസ്ഥാനത്തിൽ ഒരു വിവേചനവുമില്ലെന്ന് പൊതുവായി പ്രഖ്യാപിക്കുന്ന, മനുഷ്യ സമത്വവും വിമോചനവും ഉദ്ഘോഷിക്കുന്ന മഹത്തായ പ്രഖ്യാപനമാണ് ഇഅ്ലാനുൻ അമ്മാണ് തൗഹീദ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, കേവലം ഒരു ദർശനമായി, മനുഷ്യ ജീവിതത്തിൽ ഒട്ടും ഇടപെടാൻ സാധ്യതയില്ലാത്തൊരു ദർശനമായി തൗഹീദിനെ മനസ്സിലാക്കുന്നിടത്താണ് തെറ്റിദ്ധാരണയുള്ളത്, ശരിയില്ലായ്മയുള്ളത് എന്നുള്ളതാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് തൗഹീദിലൂടെ മാത്രമേ വിഭാഗീയതയില്ലാത്ത, വർഗീയ ജാതീയ ഉച്ചനീചത്വങ്ങളില്ലാത്തൊരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ സാധിക്കൂ. സർവോപരി സ്വർഗപ്രവേശനത്തിനുള്ള ഒരേ ഒരു വഴിയും തൗഹീദിന്റെ മാർഗമാണ്. ഇതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അടക്കമുള്ള മുഴുവൻ പ്രവാചകന്മാരും ലോകത്തെ പഠിപ്പിച്ച മഹത്തായിട്ടുള്ള ദർശനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വളരെ ത്യാഗപൂർവം ആ ദൗത്യ നിർവഹണത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജീവിതം തന്നെ സമർപ്പിച്ചത്. ഐഹിക പാരത്രിക വിജയത്തിന് മനുഷ്യന്റെ മുമ്പിലുള്ള വഴിയാണ് തൗഹീദ് എന്ന് പറയുന്നത്. വേണമെങ്കിൽ ശിർക്കൻ വിശ്വാസങ്ങളുടെ എല്ലാ ആനുകൂല്യങ്ങളിലും അഭിരമിച്ചുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള സുഖ സൗകര്യങ്ങൾ നേടിയെടുത്തുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയ്ക്ക് മുന്നോട്ട് പോകാമായിരുന്നു. നമുക്കറിയാം, അന്നാട്ടിലെ പ്രധാനിയും വിഗ്രഹ നിർമ്മാതാവും ഭരണകൂടത്തിന്റെ ഏറ്റവും പ്രമുഖ ഉദ്യോഗസ്ഥനുമായിരുന്ന ഒരു മനുഷ്യന്റെ മകനായിട്ടാണ്, ആസറിന്റെ മകനായിട്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പിറന്നു വീഴുന്നത്. ആസർ എന്ന് പറഞ്ഞാൽ ചീഫ് ഓഫീസർ ഓഫ് ദി സ്റ്റേറ്റ് ആണ്, ആ രാഷ്ട്രത്തിലെ പ്രമുഖ ഉദ്യോഗസ്ഥനാണ്. അതോടൊപ്പം വിഗ്രഹ നിർമ്മാതാവാണ്, ബിംബങ്ങളെ നിർമ്മിക്കലായിരുന്നു അദ്ദേഹത്തിന്റെ പണിയെന്ന് സഹോദരങ്ങളെ ചരിത്രം പറയുന്നു. ആ പദവികളിലും സുഖ സൗകര്യങ്ങളിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാം മതിമറന്നു പോയില്ലെന്ന് മാത്രമല്ല, സ്വന്തം പിതാവിനെ അടിമുടി തിരുത്താൻ അദ്ദേഹം മുന്നോട്ട് വന്നു എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു, യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ, പ്രിയ പിതാവേ, എന്തിനാണ് കാണാത്ത കേൾക്കാത്ത ഉപകാരം ചെയ്യാത്ത വസ്തുക്കൾക്ക് ആരാധന നിർവഹിക്കുന്നത്? ഇതിന്റെ പേരിൽ സ്വന്തം വീട്ടിൽ നിന്ന് അദ്ദേഹത്തെ ഇറക്കി വിട്ടുവെന്നാണ് ചരിത്രം പറയുന്നത്. പിതാവ് പറഞ്ഞു, അറാഗിബുൻ അൻത അൻ ആലിഹതി യാ ഇബ്രാഹിം ലൈലം തൻതഹി ലഅർജുമന്നക വഹ്ജുർനി മലിയ. എല്ലാം ഖുർആൻ സൂക്തങ്ങളാണ്, അല്ലാഹു പറയുന്ന കാര്യങ്ങളാണ്. പിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയോട് ചോദിച്ചു, അറാഗിബുൻ അൻത അൻ ആലിഹതി യാ ഇബ്രാഹിം, ഓ ഇബ്രാഹിം, എന്റെ ഇലാഹുകളിൽ നിന്ന് നീ അകന്നു പോവുകയാണോ? ലൈലം തൻതഹി ലഅർജുമന്നക വഹ്ജുർനി മലിയ, വഹ്ജുർനി മലിയ. അതുകൊണ്ട് നീ ഈ പ്രബോധനങ്ങൾ അവസാനിപ്പിക്കുന്നില്ല എങ്കിൽ നിന്നെ ഞാൻ എറിഞ്ഞോടിക്കുന്നതാണ്. അതുകൊണ്ട് കുറച്ചു കാലത്തേക്ക് നീ വിട്ടുനിൽക്കേണ്ടി വരും എന്ന് ആ പിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയോട് ആക്രോശിക്കുന്നു, വീട്ടിൽ നിന്ന് വിട്ടുനിൽക്കാൻ പറയുന്നു, നിന്നെ ഞാൻ എറിഞ്ഞോടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാം അതിലൊന്നും വിറക്കുന്നില്ല എന്നുള്ളതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ലോകത്തെ പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠം, സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടത് തൗഹീദിന്റെ പ്രബോധനത്തിലൂടെയാണ്. സമൂഹത്തിൽ വിമോചന സാധ്യതകൾ ഉണ്ടാക്കേണ്ടത്, സമൂഹത്തിൽ നിന്ദ്യതയിൽ നിന്നും അതുപോലെ തന്നെ അസ്വാതന്ത്ര്യത്തിൽ നിന്നുമുള്ള വിമോചനം മനുഷ്യനുണ്ടാവേണ്ടത് തൗഹീദിലൂടെയാണെന്ന വലിയ പാഠം ലോകത്തെ പഠിപ്പിക്കുകയാണ് പൗരാണികരായ ഇസ്ലാമിക ദർശനത്തിന്റെ എന്നല്ല, തൗഹീദി ദർശനത്തിന്റെ പ്രകമ്പനം കൊള്ളുന്ന വിളംബരത്തിന്റെ പ്രവാചകൻ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ലോകത്തെ പഠിപ്പിച്ച വലിയ പാഠം അതാണ്. തൗഹീദിന്റെ പ്രബോധനത്തിലൂടെ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ പ്രബോധനം സ്വന്തം വീട്ടിൽ നിന്ന് ആരംഭിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ പാഠം എന്ന് പറയുന്നത്.
ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വന്തം പിതാവിനോട് തൗഹീദിന്റെ ഗൗരവവുമായി ബന്ധപ്പെട്ട പ്രബോധനം നടത്തുമ്പോ അവിടെ മുതൽ വലിയ ത്യാഗം ആരംഭിക്കുന്നുണ്ട്. സ്വന്തം വീട് വിട്ട് പോകേണ്ടി വന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാമയ്ക്ക്. അദ്ദേഹം പറയുന്നുണ്ട്, ഖാല സലാമുൻ അലൈക സഅസ്തഗ്ഫിറു ലക റബ്ബി ഇന്നഹു കാന ബി ഹഫിയ്യ. ഖാല ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, സലാമുൻ അലൈക്, പ്രിയ പിതാവേ അങ്ങേക്ക് അഭിവാദ്യം. സലാം പറഞ്ഞു പോവുകയാണ് വീട്ടിൽ നിന്ന്. സഅസ്തഗ്ഫിറു ലക റബ്ബി, എന്റെ രക്ഷിതാവിനോട് താങ്കൾക്ക് വേണ്ടി ഞാൻ പാപമോചനം ചോദിക്കുന്നതാണ്. ഇന്നഹു കാന ബി ഹഫിയ്യ, നിശ്ചയം എന്റെ രക്ഷിതാവ് എന്നോട് ദയയുള്ളവനാണ്, കരുണയുള്ളവനാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്റെ രക്ഷിതാവിനോട് പാപമോചനം ചോദിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് അഭിവാദ്യം എന്ന് പറഞ്ഞുകൊണ്ട് വീട് വിട്ട് പോകേണ്ടി വന്നു മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിക്ക്. സഹോദരങ്ങളെ, തന്റെ പിതാവിനെയും ഗോത്രമേധാവികളെയും തൗഹീദിന്റെ സന്ദേശം ബോധ്യപ്പെടുത്തിയതിനു ശേഷം പൊതുജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ് മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. സഹോദരങ്ങളെ, ലളിതവും യുക്തിഭദ്രവുമായ പാഠങ്ങളാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവർക്ക് നൽകിയത് എന്നുള്ളതാണ്. ഒരു വേള സൂര്യനാണ്, ചന്ദ്രനാണ് തന്റെ ദൈവമെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നുണ്ട്. സൂര്യചന്ദ്രന്മാർ ദിവ്യന്മാരാണ്, അവർക്ക് ദിവ്യത്വമുണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയായിരുന്നില്ല ഒരു വേള സൂര്യനാണ്, ചന്ദ്രനാണ് എന്റെ ദൈവമെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത്. മറിച്ച് അവ എത്രമാത്രം ദിവ്യന്മാരാവാൻ, ഇലാഹുകളാവാൻ അവ എത്രമാത്രം ദുർബലരും അശക്തരുമാണെന്ന് സാധാരണക്കാരായ ജനസമൂഹത്തെ ഉദാഹരണങ്ങളിലൂടെ ബോധ്യപ്പെടുത്തുകയായിരുന്നു മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ട്. ഫലമ്മാ ജന്ന അലൈഹിൽ ലൈലു റആ കൗകബൻ ഖാല ഹാദാ റബ്ബി. രാത്രി ഇരുൾ മൂടിയപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നക്ഷത്രത്തെ കണ്ടു. ജനങ്ങളോട് പറഞ്ഞു, ഈ നക്ഷത്രമാണ് എന്റെ നാഥൻ. ഫലമ്മാ അഫല ഖാല ലാ ഉഹിബ്ബുൽ ആഫിലീൻ. പക്ഷേ ആ നക്ഷത്രം അസ്തമിച്ചപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, അസ്തമിക്കുന്നവർക്ക് ദിവ്യനാകാൻ, ദിവ്യന്മാരാവാൻ യോഗ്യതയില്ല എന്നുള്ളതാണ്. അസ്തമിക്കുന്നവയെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അവയ്ക്ക് ദിവ്യത്വത്തിൽ യാതൊരു അംശവുമില്ല എന്നുള്ളതാണ്. സൂര്യചന്ദ്രന്മാരുടെ പേരിൽ നന്നാറും ഷമ്മാസും ഒക്കെ തീർച്ചയായിട്ടും നമ്രൂദിന്റെ വിഗ്രഹാലയത്തിൽ ധാരാളം ഉണ്ടായിരുന്നു. സൂര്യചന്ദ്രന്മാരുടെ പേരുള്ള ബിംബങ്ങൾ ധാരാളമുള്ള കാലത്താണ്. സൂര്യനും ചന്ദ്രനുമെല്ലാം ദിവ്യന്മാരാവാനുള്ള ശേഷി എത്രമാത്രം ഇല്ലാത്തതാണ്. അതല്ലെങ്കിൽ കൃത്രിമമാണ്. അതല്ലെങ്കിൽ സൂര്യനും ചന്ദ്രനും എല്ലാം തന്നെ ദിവ്യന്മാരാവാൻ ഒട്ടും അർഹതയും അവകാശവും ഇല്ലാത്തതാണെന്ന് വലിയ യുക്തി പഠിപ്പിക്കുകയാണ്, ഉദാഹരണങ്ങളിലൂടെ പഠിപ്പിക്കുകയാണ്. രാത്രി നക്ഷത്രം ഉദിച്ചു നിൽക്കുമ്പോ ആ നക്ഷത്രത്തെ ചൂണ്ടിക്കൊണ്ട് ഇതിന്റെ നാഥനാണെന്ന് പറഞ്ഞ ഇബ്രാഹിം അലൈഹിസ്സലാം ആ നക്ഷത്രം അസ്തമിച്ചു പോയപ്പോ, നിഷ്പ്രഭമായി പോയപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, അസ്തമിക്കുന്നവയ്ക്ക് ദിവ്യരാവാൻ ശേഷിയില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഫലമ്മാറ അൽ ഖമറ ബാസിഗൻ, ചന്ദ്രനെ കണ്ടു. ശോഭിച്ചു നിൽക്കുന്ന ചന്ദ്രനെ കണ്ടപ്പോൾ ഖാല ഹാദാ റബ്ബി, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇതെന്റെ നാഥനാണ്. പക്ഷേ ഫലമ്മാ അഫല ഖാല ലഇല്ലം യഹ്ദിനി റബ്ബി ലഅകൂനന്ന മിനൽ ഖൗമിൽ ളാല്ലീൻ. ആ ചന്ദ്രൻ അസ്തമിച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, എന്റെ രക്ഷിതാവ് എന്നെ നേർവഴി കാണിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ വഴികേടിൽ അകപ്പെട്ടു പോകുമായിരുന്നു. ഈ ചന്ദ്രനും ദിവ്യനാകാനുള്ള ശേഷി ഒട്ടുമേ ഇല്ല തന്നെ. ഫലമ്മാറ അശ്ശംസ ബാസിഗതൻ ഖാല ഹാദാ റബ്ബി. അങ്ങനെ സൂര്യൻ ഇങ്ങനെ പ്രശോഭിച്ചു നിൽക്കുന്ന രംഗമുണ്ടായപ്പോ ആ സൂര്യനെ നോക്കിക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇതാണ് എന്റെ നാഥൻ. ഫലമ്മാ അഫലത് ഖാല യാ ഖൗമി ഇന്നി ബരീഉം മിമ്മാ തുശ്രികൂൻ. ആ സൂര്യൻ അസ്തമിച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾ പങ്കുവെക്കുന്നതിൽ നിന്നെല്ലാം നിശ്ചയം ഞാൻ ഒഴിവാണ്. തീർച്ചയായിട്ടും അസ്തമിക്കുന്നവയ്ക്കോ ശോഭ കെട്ടു പോകുന്നവയ്ക്കോ ഒരിക്കലും തന്നെ ദിവ്യന്മാരാവാനുള്ള ശേഷിയില്ല. മറിച്ച് എന്നെന്നും ജ്വലിച്ചു നിൽക്കുന്ന, എന്നെന്നും പ്രശോഭിച്ചു നിൽക്കുന്ന നാഥനുണ്ടല്ലോ, ഏകനായ അള്ളാഹു ഉണ്ടല്ലോ, ആ അള്ളാഹു മാത്രമാണ് നിങ്ങളുടെയും എന്റെയും ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളുടെയും റബ്ബെന്ന് പറയാൻ വേണ്ടി ഉദാഹരണങ്ങൾ സഹിതം ലളിതമായി ആ ജനതയുടെ മുന്നിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വന്നു. അതിന് ശേഷം പറഞ്ഞു, ഇവക്കുള്ള ദിവ്യത്വമൊന്നുമില്ലെന്ന് സ്ഥാപിച്ചതിന് ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള ഹനീഫാ വമാ അന
അന മിനൽ മുശ്രിക്കീൻ. നിശ്ചയം ഞാൻ എന്റെ മുഖത്തെ ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച് നിയന്ത്രിച്ച് പരിപാലിച്ചു പോകുന്ന ഏകനായ പടച്ചവനിലേക്ക് ഞാനിതാ എന്റെ മുഖത്തെ തിരിച്ചിരിക്കുന്നു ഹനീഫ, ഏകാഗ്രനായി. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ ശിർക്ക് ചെയ്യുന്നവനിൽ പെട്ടവനല്ല, ഞാൻ ബഹുദൈവത്വത്തിന്റെ ലാഞ്ചന പോലുമുള്ളയാളല്ല എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രഖ്യാപിക്കുകയായിരുന്നു. സഹോദരങ്ങളെ, സാധാരണക്കാരോടുള്ള തൗഹീദിന്റെ പ്രബോധനം കൂടുതൽ ലളിതവും യുക്തിഭദ്രവുമായിരിക്കണമെന്ന വലിയ പാഠമാണ് അബ്രഹാം പ്രവാചകൻ അലൈഹിസ്സലാമയുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ജനങ്ങൾക്ക് യാഥാർത്ഥ്യം ബോധ്യപ്പെടാൻ ആവശ്യമായ ഉപമകളോടെ, ഉദാഹരണങ്ങളോടെ നയപരമായിരിക്കണം തൗഹീദിനെ അവതരിപ്പിക്കേണ്ടതെന്ന വലിയ പാഠമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. നയപരമായി ഉദാഹരണങ്ങൾ സഹിതം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തുകൊണ്ടാണ് സാധാരണ ജനങ്ങൾക്ക് തൗഹീദിനെ മനസ്സിലാക്കി കൊടുക്കേണ്ടത്. സഹോദരങ്ങളെ, ഉദു ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇലത്തിൽ ഹസന വജാദിൽഹും ബില്ലതി ഹി അഹ്സൻ. ഖുർആൻ പറയുന്നുണ്ട് എങ്ങനെയായിരിക്കണം തൗഹീദി പ്രബോധകരുടെ ശൈലി, എങ്ങനെയായിരിക്കണം മുസ്ലിഹുകളുടെ ശൈലി, ഇസ്ലാഹി പ്രവർത്തകരുടെ ശൈലി എന്ന് ഖുർആൻ പറയുകയാണ്. ഉദു ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇലത്തിൽ ഹസന. നയപരമായിട്ട് നല്ല ഉപദേശങ്ങൾ നൽകിക്കൊണ്ടാണ് ജനങ്ങളെ തൗഹീദ് അവരുടെ മുമ്പിൽ സമർപ്പിക്കേണ്ടത്. വജാദിൽഹും ബില്ലതി ഹി അഹ്സൻ, ഏറ്റവും നല്ലതിനെ പകരം നൽകിക്കൊണ്ട് അവരോട് സംവദിക്കണം. സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെന്ന് അള്ളാഹുവിന്റെ കഴിവും ശക്തിയും അവർക്ക് ബോധ്യപ്പെടുത്തുകയും മനുഷ്യർ സങ്കല്പിച്ചിട്ടുണ്ടാക്കിയ കൃത്രിമ ദൈവങ്ങൾ എത്രമാത്രം ദുർബലരാണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുക എന്നതാണ് സാധാരണക്കാർക്കിടയിലെ തൗഹീദിന്റെ പ്രബോധനം എന്ന് പറയുന്നത്. ആ കൃത്രിമ ദൈവങ്ങൾ ബിംബങ്ങളായാലും മക്ബറകളാണെങ്കിലും, ഇനി ദിവ്യത്വം ആരോപിക്കപ്പെടുന്ന ഔലിയാക്കളാണെങ്കിലും പുണ്യാത്മാക്കളാണെങ്കിലും, ഇനി വല്ല സിദ്ധന്മാരോ ജ്യോത്സ്യന്മാരോ ആണെങ്കിലും, അവർക്കൊന്നും അള്ളാഹുവിന്റെ അധികാര സിംഹാസനത്തിൽ യാതൊരു പങ്കാളിത്തവുമില്ലെന്ന് ദൃഷ്ടാന്തങ്ങൾ വഴി, ഉദാഹരണങ്ങൾ വഴി ബോധ്യപ്പെടുത്തലാണ് സാധാരണക്കാർക്കിടയിലെ തൗഹീദിന്റെ പ്രബോധനം എന്ന് പറയുന്നത്. ആ പ്രബോധന ദൗത്യം തീർച്ചയായിട്ടും നമ്മിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ആ മാതൃകയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ഉദാഹരണങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുന്നത് എന്നുള്ളതാണ്. മില്ലത്തു ഇബ്രാഹിമിനെ പിൻപറ്റിയവർക്ക് ആ പ്രബോധന മാർഗത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ, ഒരു നിലക്കും ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല എന്നുള്ളതാണ് സഹോദരങ്ങളെ. എന്നാൽ അറിയണം, നമ്മൾ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ആത്മീയ ദിവ്യന്മാരെ മാത്രമല്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദ്യം ചെയ്തത്. നീതിയോ മാനവികതയോ, നീതിയോടോ മാനവികതയോടോ യാതൊരു ആഭിമുഖ്യവുമില്ലാതെ ഇറാഖിൽ ഭരണം നടത്തിയ നമ്രൂദിന്റെ രാഷ്ട്രീയ ദിവ്യത്വത്തെയും ചോദ്യം ചെയ്തു. അതിന്റെ മുമ്പിൽ ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, പ്രയാസങ്ങൾ ഉണ്ടാവും, ഒരുപക്ഷെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുമെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയ്ക്ക് നല്ലതുപോലെ അറിയുമായിരുന്നു. പക്ഷേ നമ്രൂദിന്റെ രാഷ്ട്രീയ നെറുകേടുകളെ ഖുർആനിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഇസ്ലാമിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, നമ്രൂദിന്റെ രാഷ്ട്രീയ ദിവ്യത്വത്തെ ചോദ്യം ചെയ്തു എന്നുള്ളതാണ്. മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അതാണ് സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറഞ്ഞത്, അലം തറ ഇലല്ലദീ ഹാജ്ജ ഇബ്രാഹീമ ഫീ റബ്ബിഹി അൻ ആതാഹുല്ലാഹുൽ മുൽക്ക്. അധികാരം നൽകി എന്ന കാരണത്താൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയോട് തർക്കിച്ച മനുഷ്യനെ നീ കണ്ടില്ലേ? നമ്രൂദിനെ നീ കണ്ടില്ലേ? അയാളുടെ അഹങ്കാരം, അധികാരം ലഭിച്ചു എന്നുള്ള അഹങ്കാരമാണ്. ഇദ ഖാല ഇബ്രാഹിം റബ്ബിയല്ലദീ യുഹ്യീ വയുമീത്, എന്റെ നാഥൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാണെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ സന്ദർഭത്തിൽ ഖാല അന ഉഹ്യീ വയുമീത്, ഞാൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് നിരപരാധിയായ ഒരു മനുഷ്യനെ കൊന്നുകളയുകയും കുറ്റവാളികളെ വെറുതെ വിടുകയും ചെയ്തുകൊണ്ട് ഇറാഖിൽ ആരുടെ നിയമം ഏത് ഘട്ടത്തിൽ നടപ്പിലാകണമെന്ന് തീരുമാനിക്കേണ്ടത് അഹങ്കാരപൂർവ്വം ഞാനാണെന്ന് പ്രഖ്യാപിച്ച ആ നമ്രൂദ് എന്ന് പറയുന്ന രാഷ്ട്രീയ ദിവ്യനെയും ചോദ്യം ചെയ്തു എന്നുള്ളതാണ്. ആ ദിവ്യനെ ചോദ്യം ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ കഴിവും ശക്തിയും ബോധ്യപ്പെടുത്തി. അതാണ് നിന്റെ വാദമെങ്കിൽ, ഈ ഇറാഖിൽ ഒരു മനുഷ്യനെ കൊന്നുകളയാൻ നിനക്ക് അധികാരമുണ്ടെങ്കിൽ നീയാണ് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് എന്ന തെറ്റായ ധാരണ ഞങ്ങൾക്കില്ലെന്ന് നല്ലതുപോലെ മനസ്സിലാക്കണം നമ്രൂദിനോട് പറഞ്ഞു. എങ്കിൽ സൂര്യന്റെ ഉദയാസ്തമന സ്ഥാനങ്ങളിൽ മാറ്റം വരുത്താൻ നിനക്ക് സാധിക്കുമോ? ഖുർആൻ പറയുന്നുണ്ട് ആ രംഗമെല്ലാം. ഫബുഹിത്തല്ലദീ കഫർ, അവിടെ നിഷേധി ഉത്തരം മുട്ടിപ്പോയി. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, അക്രമികൾ അല്ലാഹു തആല നിർവഴിയിലാക്കുകയില്ല. സഹോദരങ്ങളെ, ഖുർആന്റെ പ്രഖ്യാപനമാണ്.
സഹോദരങ്ങളെ, തീർച്ചയായിട്ടും ഈ പറയുന്ന രീതിയിൽ അനീതിയും അക്രമവും അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ദിവ്യന്മാരുടെ ദിവ്യത്വത്തെ ചോദ്യം ചെയ്യുകയും അവർക്കും അല്ലാഹുവിന്റെ ശക്തിയെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ദീനീ ദഅവത്തിന്റെ ഭാഗമാണ്, നമ്മുടെ തൗഹീദി പ്രബോധനത്തിന്റെ മാർഗമാണ് സഹോദരങ്ങളെ, ഭാഗമാണ്. സഹോദരങ്ങളെ, ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ മില്ലത്തിൽ അടിയുറച്ചുകൊണ്ട് തൗഹീദിന്റെ പ്രബോധനം നിർവഹിക്കുക, അതാണ് ഏറ്റവും വലിയ പാഠം എന്ന് പറയുന്നത്. ഹജ്ജ് നൽകുന്ന, ഇനി നമ്മൾ പ്രവേശിക്കാൻ പോകുന്ന ബലിപെരുന്നാൾ നൽകുന്ന ആ ആരാധനകളുമായിട്ടെല്ലാം ബന്ധപ്പെട്ട, ആ ആഘോഷങ്ങളുമായിട്ടെല്ലാം ബന്ധപ്പെട്ട മുഴുവൻ ചരിത്രങ്ങളും നമ്മോട് പറയുന്ന ഇബ്രാഹിം പ്രവാചകൻ അലൈഹിസ്സലാമയുടെ മാർഗത്തിൽ നിന്നുകൊണ്ട് തൗഹീദിന്റെ പ്രബോധനം നിർവഹിക്കുക, ഈ ദീനിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുക, സത്യസാക്ഷ്യം നിർവഹിക്കുക. അതാണ് അല്ലാഹു പറഞ്ഞത്, വജാഹിദു ഫില്ലാഹി ഹഖ്ക ജിഹാദി. സൂറത്തുൽ ഹജ്ജ് അവസാനിപ്പിച്ചുകൊണ്ട് അല്ലാഹു പറയാണ്, വജാഹിദു ഫില്ലാഹി ഹഖ്ക ജിഹാദി, അല്ലാഹുവിന്റെ മാർഗത്തിൽ വേണ്ടതുപോലെ നിങ്ങൾ ധർമ്മസമരം ചെയ്യണം. വജ്തബാക്കും, അല്ലാഹുവാണ് നിങ്ങളെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, അല്ലാഹുവിന്റെ ദീനിൽ അല്ലാഹു ഒരു പ്രയാസവും നിങ്ങൾക്ക് നിശ്ചയിച്ചിട്ടില്ല. നിങ്ങൾ എവിടെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്? മില്ലത്ത അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ ആദർശ പിതാവ് ഇബ്രാഹിമിന്റെ മാർഗത്തിലാണ് നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീന മിൻ ഖബ്ലു വഫീ ഹാദാ, നേരത്തെ മുൻകഴിഞ്ഞ വേദഗ്രന്ഥങ്ങളിലും അതുപോലെ ഖുർആനിൽ നിങ്ങൾക്ക് മുസ്ലിങ്ങൾ എന്ന് നാമകരണം ചെയ്തിട്ടുള്ളത്, സമർപ്പിതർ എന്ന് നാമകരണം ചെയ്തിട്ടുള്ളത് അല്ലാഹുവാണ്. ഇബ്രാഹിമി പ്രവാചകന്റെ മില്ലത്തിലാണ് നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ആ പ്രവാചകന്റെ മാർഗത്തെ അനുധാവനം ചെയ്തുകൊണ്ട്, മില്ലത്തിന് അനുധാവനം ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ വേണ്ടതുപോലെ ധർമ്മസമരം ചെയ്യേണ്ടതുണ്ട്. എന്താണ് നിങ്ങളുടെ ഉത്തരവാദിത്തം എന്ന് തുടർന്ന് ഖുർആൻ പറയാണ്, ലിയകൂന റസൂലു ഷഹീദൻ അലൈക്കും വതകൂനു ശുഹദാ അലന്നാസ്, ദൈവദൂതന്മാർ നിങ്ങളുടെ മേൽ സാക്ഷിയായതുപോലെ, ദൈവദൂതൻ നിങ്ങളുടെ മേൽ സാക്ഷിയായതുപോലെ നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷിയായി കൊണ്ട് മുന്നോട്ട് പോവുക. ഷഹാദത്തുൽ ഹഖാവുന്ന ദഅവത്താകുന്ന തൗഹീദിന്റെ പ്രബോധനമാവുന്ന മഹത്തായ ദൗത്യം നിർവഹിക്കുക. ഇതാണ് ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ മില്ലത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയേണ്ടുന്ന കാര്യം എന്നാണ് ഖുർആൻ പറയുന്നത്. പ്രവാചകന്മാർ എപ്രകാരമാണോ ആ ദൗത്യം നിർവഹിച്ചത്, ദീനിന്റെ പ്രബോധനം അതുപോലെ ആ മാർഗത്തെ, ആ മില്ലത്തിനെ പിന്തുടർന്നുകൊണ്ട് നിർവഹിക്കുക എന്നുള്ളതാണ് സഹോദരങ്ങളെ. വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും ദീനിന്റെ ദഅവത്തും ഷഹാദത്തും നിർവഹിക്കുക, അതാണ് സഹോദരങ്ങളെ നമ്മുടെ ദൗത്യം. പക്ഷെ അതോടൊപ്പം തന്നെ കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ മനസ്സിലാക്കി സമൂഹത്തെ ഏറ്റവും ശരിയായ, ഏറ്റവും ഋജുവായ ദിശയിലേക്ക് നയിക്കാൻ നമുക്ക് സാധ്യമാവണം എന്നുള്ളതാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം അടക്കമുള്ള പ്രവാചകന്മാർ നിർവഹിച്ച സത്യസാക്ഷ്യ നിർവഹണത്തിന്റെ ഭാഗമാണ്. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച സത്യസാക്ഷ്യത്തിന്റെ ഭാഗമാണ്. എന്ത് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ മനസ്സിലാക്കിക്കൊണ്ട് സമൂഹത്തെ ശരിയായ ദിശയിലേക്ക് നയിക്കുക എന്നുള്ളത്. ചരിത്രത്തിൽ കഴിഞ്ഞുപോയ സംഭവങ്ങളെ അയവിറക്കുക മാത്രമല്ല, ആ ചരിത്രത്തെ സമകാലികതയോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് മനസ്സിലാക്കാനുള്ള ബുദ്ധിപരമായ നിലവാരം, ശേഷി സഹോദരങ്ങളെ നമ്മൾ കൈവരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. രാജ്യത്തെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ ഫാസിസ്റ്റ് വർഗീയ ശക്തികൾക്ക് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച സ്വാധീനത്തിൽ നമുക്ക് കൂടുതൽ ആശങ്കയും ജാഗ്രതകളും വേണം എന്നുള്ളതാണ്. ബംഗാളിൽ നമുക്കറിയാവുന്ന പോലെ പല അട്ടിമറികളിലൂടെയും അധികാരം പിടിച്ചിരിക്കുന്നു. അസമിൽ തുടർഭരണം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. തമിഴ്നാട്ടിൽ നമുക്കറിയാം സ്റ്റാലിൻ പരാജയപ്പെടുന്ന സാഹചര്യമുണ്ടായി. പുതുച്ചേരിയിൽ NDAക്ക് തുടർഭരണം ലഭിച്ച സാഹചര്യമുണ്ടായി എന്നുള്ളതാണ്. കേരളത്തിൽ നവഫാസിസം 3 സീറ്റുകൾ നേടിയിരിക്കുന്നു. ഇതൊക്കെ നമ്മൾ അറിഞ്ഞ കാര്യങ്ങളാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ഇവിടെ ചിന്തിക്കണം, മനസ്സിലാക്കണം. അമിതമായ കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾക്കപ്പുറത്ത് മതേതര വോട്ടുകൾ ഭിന്നിച്ച് പോകാതിരിക്കാനുള്ള ശക്തമായ ജാഗ്രത ജനങ്ങൾക്ക് വേണമായിരുന്നു എന്നാണ് ഈ സാഹചര്യമെല്ലാം നമ്മോട് പറയുന്നത്. ഇനിയെങ്കിലും അതിനെക്കുറിച്ച് ഗൗരവത്തിൽ സമൂഹം ചിന്തിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഇബ്രാഹിമി മില്ലത്തിൽ നിന്നുകൊണ്ട് ദീനിന്റെ ദഅവത്തും ഷഹാദത്തും നിർവഹിക്കുന്നതോടൊപ്പം തന്നെ വർഗീയതക്കെതിരെ ശക്തമായ രാഷ്ട്രീയ ബോധ്യമുള്ളവരായി മാറാൻ നമുക്ക് സാധ്യമാവണം എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നിടത്ത് വലിയ ജാഗ്രത വേണം. അതോടൊപ്പം തന്നെ നവഫാസത്തിന്റെ പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ച് ജനങ്ങളെ നന്നായിട്ട് ബോധവൽക്കരിക്കണം. ഇന്ന ഫിർഔന അലാ ഫിൽ അർദ്, ഭൂമിയിൽ അതിക്രമകാരികളായി ചരിത്രത്തിൽ ഫിർഔനുമാർ, നമ്രൂദുമാർ എഴുന്നേറ്റ് നിന്നു. വജഅല അഹ്ലഹാ ശിയഅൻ,
അവരുടെ പൗരന്മാരെ അതല്ലെങ്കിൽ ഭരണീയരായ ആളുകളെ വ്യത്യസ്ത സമൂഹങ്ങളാക്കി വ്യത്യസ്ത സമുദായങ്ങളാക്കി വേർതിരിച്ചുകൊണ്ട് അവരെ തമ്മിലടിപ്പിച്ച് ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന് പറയുന്ന തന്ത്രം നടപ്പിലാക്കി എന്നുള്ളതാണ്. അക്രമിയായ ഫിർഔൻ അത് നടപ്പിലാക്കി, അക്രമിയായ നമ്രൂദ് നടപ്പിലാക്കി എന്നുള്ളതാണ്. എന്നാൽ നവ ഫിർഔനമാരും നവ നമ്രൂദുമാരും അതുപോലെ തന്നെ ഹിറ്റ്ലറും മുസോളിനിയും ട്രംപും നെതന്യാഹുവും നമ്മുടെ നാട്ടിലെ നവ ഫാസിസ്റ്റുകളുമെല്ലാം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് മതപരമായി ഭിന്നിപ്പിച്ചുകൊണ്ട് അധികാരം നിലനിർത്താനും അതുപോലെ തന്നെ അധികാരത്തിലേക്ക് കടന്നു വരാനുമുള്ള ശ്രമങ്ങളാണ്. അതുകൊണ്ട് മതപരമായി ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും പരാജയപ്പെടുത്താനുള്ള കൂട്ടായിട്ടുള്ള ആലോചനകൾ സഗൗരവം സമൂഹത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. നമ്മുടെ എല്ലാ പ്രദേശങ്ങളിലും കൊച്ചു കൊച്ചു ഗ്രാമങ്ങളിൽ പോലും ജാതി മത വേർതിരിവുകളില്ലാത്ത സൗഹൃദ കൂട്ടായ്മകൾ രൂപപ്പെടുത്തുക എന്നതാണ് വർഗീയതയെ പരാജയപ്പെടുത്താനുള്ള ഏറ്റവും പ്രായോഗികമായ വഴി എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, വർഗീയതയെ പരാജയപ്പെടുത്താനുള്ള ഏറ്റവും പ്രായോഗികമായ വഴി ജാതി മത വ്യത്യാസങ്ങൾക്ക് അതീതമായിട്ടുള്ള സൗഹൃദ കൂട്ടായ്മകൾ എല്ലാ കൊച്ചു കൊച്ചു ഗ്രാമങ്ങളിൽ പോലും അതുപോലെ എല്ലാ പ്രദേശങ്ങളിലും രൂപപ്പെടുക എന്നുള്ളതാണ്. നല്ല സൗഹൃദങ്ങൾ വളർന്നു വരട്ടെ സഹോദരങ്ങളെ. രാജ്യത്തെ മതേതര ചേരി വംശീയതക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കണമെന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠമെന്ന് പറയുന്നത്. നമ്മുടെ സംസ്ഥാനത്തും വലിയ പരാജയം ഏറ്റുവാങ്ങിയവർക്കും തിരുത്താൻ നിരവധി കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. അതിൽ സുപ്രധാനമായ കാര്യം തന്നെയാണ് ഒരു സമുദായ സംഘടനാ നേതാവിന്റെ ഭാഗത്ത് നിന്നുണ്ടായ തുടർച്ചയായ വിദ്വേഷ പ്രസ്താവനകളെ തിരുത്താതെ അതിനെതിരെ ശബ്ദിക്കാതെ അയാളെ സ്വീകരിച്ചാനയിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതുപോലെയുള്ള നിരവധി കാര്യങ്ങളുണ്ടായി. ഇടത് പ്രസ്ഥാനങ്ങൾ വർഗീയതക്കെതിരെ നിസ്സംഗരായാൽ ജനങ്ങൾ അതിനെ കൂടുതൽ ഗൗരവത്തിൽ കാണുമെന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നമ്മോട് പറയുന്നത്. അതുകൊണ്ട് പാഠങ്ങളും മുന്നറിയിപ്പുകളും കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോവാൻ നാഥൻ എല്ലാവർക്കും സന്മനസ്സും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. Alhamdulillahi Rabbil Alameen. Wassalatu wassalamu ala Rasulil Amin Muhammadin wa ala alihi wa sahbihi ajma'in. Ayuhan nas, usikum wa iyaya thaniyan bi taqwallah. A'udhu billahi minash shaytanir rajim. Bismillahir rahmanir rahim. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. എല്ലാവരോടും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, നമ്മുടെ ഉളുഹിയ്യ ഷെയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. 12,000 രൂപയാണ് ഒരു ഷെയറായി നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാ സഹോദരങ്ങളും സജീവമായിട്ട് നമ്മുടെ ഉളുഹിയയിൽ പങ്കാളിത്തം വഹിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു തആല എന്തെല്ലാം സദുദ്ദേശങ്ങളെ വെച്ചുകൊണ്ടാണോ ഇത്തരം സംരംഭങ്ങളിൽ നാം പങ്കുചേരുന്നത്, അല്ലാഹു തആല നമ്മുടെ സദുദ്ദേശങ്ങളെ എല്ലാം സഫലീകരിച്ചു തരുമാറാവട്ടെ, സഫലീകരിച്ചു കൊടുക്കുമാറാവട്ടെ. അല്ലാഹു തആല അതിന്റെ പ്രതിഫലം നമുക്ക് മാത്രമല്ല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അല്ലാഹു തആല നമ്മൾ എന്തൊക്കെ
മുറാദുകൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണോ ഇത്തരം സംരംഭങ്ങളിൽ പങ്കുചേരുന്നത്, പാരത്രിക ലോകത്ത് അല്ലാഹു തആല വിജയം പ്രദാനം ചെയ്യുന്നതോടൊപ്പം ദുനിയാവിൽ നമ്മുടെ ഭൗതികമായിട്ടുള്ള ഹലാലായ മുറാദുകൾ സഫലീകരിച്ചു തരികയും ചെയ്യുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ നിന്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടണമേ നാഥ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും നിന്റെ പ്രീതിയിലും പൊരുത്തത്തിലും ആക്കി തീർക്കണമേ റബ്ബേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയി ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നീ പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ, അവരുടെയും ഞങ്ങളുടെയും ബർസഖി ജീവിതം നീ വിശാലമാക്കി തരണമേ റബ്ബേ. അല്ലാഹുവേ, ഖബർ കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി കൊടുക്കണമേ റബ്ബേ. അല്ലാഹുവേ, നിന്റെ അർശിന്റെ രാജസിംഹാസനത്തിന്റെ നിഴൽ നേടിയെടുക്കുന്നവരിൽ ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, വലത് കൈയിൽ ഗ്രന്ഥം നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തുൽ ഉളമായുടെ ഭാഗമാവുന്നവരുടെ ഗണത്തിലും, അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസറിന്റെ മഹത്തായ പാനീയം വാങ്ങിച്ചു കുടിക്കുന്നവരിലും, സിറാത്തിലൂടെ മിന്നൽ വേഗത്തിൽ പ്രയാണം ചെയ്യുന്നവരിലും, ഫിർദൗസിൽ പ്രവാചകന്മാരോടൊപ്പം, സുദ്ദീഖുകളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പം, മാതാപിതാക്കളോടൊപ്പം, മക്കളോടൊപ്പം, ശാശ്വതമായി കുടുംബാംഗങ്ങളോടൊപ്പം ശാശ്വതമായി സംഗമിക്കുന്നവരിലും നാഥ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൃഷിയിൽ, കച്ചവടത്തിൽ, ഉദ്യോഗ വരുമാന മാർഗങ്ങളിൽ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളിൽ കൺകുളിർമ പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ, ദൗർഭാഗ്യകരമായ ത്വലാഖ്, ഫസ്ഖുകളിൽ നിന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും കുടുംബങ്ങളെ നീ രക്ഷപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹുവേ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പരസ്പര സ്നേഹം ശക്തിപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ ഞങ്ങളെയും സ്വാലിഹീങ്ങളും മുത്തഖീങ്ങളുമാക്കി മാറ്റണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ സന്താനങ്ങൾക്ക് ഉയർന്ന വിദ്യാഭ്യാസവും ഉന്നതമായ ജീവിത സാഹചര്യങ്ങളും തൊഴിലുകളും നൽകി നീ അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ധാർമ്മിക ബോധമുള്ള യുവാക്കളാക്കി പടച്ചവനെ ഞങ്ങളുടെ യുവതലമുറയെ നീ പരിവർത്തിപ്പിക്കണമേ റബ്ബേ. അല്ലാഹുവേ, എല്ലാത്തരം വഴികേടുകളിൽ നിന്നും ഞങ്ങളുടെ യുവാക്കളെ നീ രക്ഷപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹുവേ, അപകട മരണങ്ങളിൽ നിന്നും, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും, മാരകമായ രോഗങ്ങളിൽ നിന്നും, മറ്റെല്ലാ ദുരിതങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹുവേ ഞങ്ങളെ എല്ലാവരെയും, ഞങ്ങളോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും അല്ലാഹുവേ നീ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, കടങ്ങളിൽ നിന്നും, സാമ്പത്തിക ബാധ്യതകളിൽ നിന്നും ഞങ്ങളുടെ എല്ലാവരുടെയും പെരടികളെ നീ മോചിപ്പിക്കണമേ റബ്ബേ. അല്ലാഹുവേ, വിവാഹപ്രായമായിട്ടും വിവാഹം സാക്ഷാത്കരിക്കാൻ സാധ്യമാവാത്ത യുവതി യുവാക്കൾക്ക് അല്ലാഹുവേ അനുയോജ്യരായ ഇണകളെ കൊണ്ടവരുടെ മംഗല്യം സാക്ഷാത്കരിക്കാനുള്ള തൗഫീഖും സാഹചര്യവും നീ ഒരുക്കി കൊടുക്കണമേ റബ്ബേ. പടച്ചവരെ, ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കണമേ റബ്ബേ. അല്ലാഹുവേ, നിന്നെ അല്ലാ എന്ന് വിളിക്കാൻ നിനക്ക് കോടാനകോടി ദാസന്മാരുണ്ട് പടച്ചവനെ. ഞങ്ങൾക്ക് അല്ലാ എന്ന് വിളിക്കാൻ ഉടമസ്ഥനായി, റബ്ബായി, നാഥനായി നീ മാത്രമേ ഉള്ളൂ. അല്ലാഹുവേ, ഞങ്ങളുടെ സദുദ്ദേശങ്ങളെ നീ സഫലീകരിച്ച് തരയണമേ റബ്ബേ. അല്ലാഹുവേ, നല്ല നല്ല ഭരണാധികാരികളെ സമ്മാനിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾ തൃപ്തിപ്പെടുന്ന ഭരണാധികാരികളെ അല്ലാഹുവേ എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് നീ സമ്മാനിക്കണമേ റബ്ബേ. അല്ലാഹുമ്മ സല്ലിത് അലൈനാ മൻ യർഹമുനാ. പടച്ചവരെ, ഞങ്ങളോട് കരുണ കാണിക്കുന്ന, ഞങ്ങളോട് സ്നേഹം കാണിക്കുന്ന, ഞങ്ങളുടെ ഗുണകാംക്ഷ കാണിക്കുന്ന ഭരണാധികാരികളെ പടച്ചവനെ ഞങ്ങൾക്ക് നീ സമ്മാനിക്കണമേ തമ്പുരാനെ. അല്ലാ, നീ കേൾക്കണമേ റബ്ബേ. അല്ലാഹുമ്മ അർദ അൻ നബി ബക്കർ വഉമർ വഉസ്മാൻ വഅലി വഅൻ ബഖിയത്തി സ്വഹാബത്തി വസ്വഹാബിയ്യത്തി കുല്ലിഹിം അജ്മഈൻ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم لا تعذ بنا بالنار ولا تجعلنا من حطب النار، إنها بئس الدار وبئس المثوى وبئس القرار. اللهم لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك أنت رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.